ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല ബാസ് ഉള്ളൊരു സ്പീക്കറാണ്. നമുക്കതിന് ആദ്യം വേണ്ടത് മാഗ്നറ്റാണ്. പിന്നെ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് മാഗ്നറ്റിൻ്റെ അതേ അളവിൽ റൗണ്ടിൽ വരയ്ക്കുക. പിന്നെ അതിലും കുറച്ചുകൂടി കൂട്ടി വേണം നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ കൈ അളവ് വെച്ചാണ് റൗണ്ടിൽ കട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അളവൊന്നും കട്ട് ചെയ്യുന്നില്ല, ചുമ്മാ ഒരു ഊഹം വെച്ച് കട്ട് ചെയ്യുവാണ്. പിന്നെ അത് വെച്ച് നോക്കുക കറക്റ്റാണോ എന്ന്. എക്സ്ട്രാ വെളിയിലോട്ട് തെള്ളി നിൽക്കണം. പിന്നെ നമ്മളൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് നമ്മുടെ മാഗ്നറ്റ് വെച്ചിട്ട് അതിൻ്റെ റൗണ്ടിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. കറക്റ്റ് അതിൻ്റെ ആ ഒരു കനത്തിൽ മാത്രം മതി. എന്നിട്ട് ഇത് നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ മേൽഭാഗത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം വരച്ച ആ കറക്റ്റ് ആ വരയിൽ അത് കറക്റ്റായിട്ട് വെച്ച് ഒട്ടിച്ച് വെക്കുക. ഗ്ലൂ വെച്ച് ഒട്ടിക്കുക. അതിനുശേഷം നമ്മുടെ മാഗ്നറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. മാഗ്നറ്റ് അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കണം. ഗ്ലൂ വേണമെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഞാൻ ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നില്ല. പിന്നെ അതിനുശേഷം നമ്മളൊരു ഇതെടുക്കുക, കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മടക്കി ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ മാഗ്നറ്റിൻ്റെ സെൻറ്ററിൽ ഒന്ന് വെച്ച് നോക്കുക. ലൂസായിരിക്കണം, ഗ്യാപ്പ് വേണം. അതിനുശേഷം നമ്മൾ അത് കറക്റ്റ് ആ മാഗ്നറ്റിൻ്റെ അത്രയും കനത്തിൽ അത് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇറിൻ ടേപ്പ് അതിൻ്റെ മേളിലൊന്ന് ചുറ്റുക. നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് അതിൻ്റെ സെൻറ്റർ പിടിച്ച് ഗ്ലൂ വെച്ച് കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ തന്നെ ഒട്ടിച്ച് വെക്കുക. അതിന് ചുറ്റുപാടും അത് ആവശ്യത്തിനുള്ള ഗ്യാപ്പ് വേണ്ടി വരും. അത് ശ്രദ്ധിച്ച് വേണം ഒട്ടിക്കാൻ. ഇതുപോലെ ഗ്യാപ്പ് വേണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാർഡ്ബോർഡിൻ്റെ ഒരു ലെയർ കട്ട് ചെയ്തെടുക്കുക. ഇതോ അല്ലെങ്കിൽ കട്ടിയുള്ള ഏതെങ്കിലും പേപ്പറായാലും മതി. ഇതുപോലെ റോൾ ചെയ്യുക. റോൾ ചെയ്ത് ഒരുപാട് കട്ട് ചെയ്യാതിരുത്. അത് ഗ്ലൂ വെച്ച് ഒട്ടിക്കുക. പിന്നീട് നമുക്ക് വേണ്ട ഒരു പ്രധാന സാധനം എന്താണെന്ന് ചോദിച്ചാൽ കോപ്പർ വയറാണ്. അത് നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ട്. പഴയ ചാർജറോ എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫോമറിനകത്ത് ഇത് ഉണ്ട്. അത് അഴിച്ചെടുക്കുക. അതഴിച്ചെടുത്തിട്ട് അടുപ്പിച്ച് ചുറ്റുക. ഒരു 10-30-40 റൗണ്ട് ചുറ്റിയാൽ മതി. വളരെ കുറച്ച് ചുറ്റിയാൽ മതി, അറ്റത്ത് മാത്രം. എന്നിട്ട് അതിൻ്റെ മേളിൽ ഗ്ലൂ ഒക്കെ തേച്ച് പിടിപ്പിക്കുക. ഇതേ രീതി ചുറ്റിയെടുക്കുക. കുറച്ച് എക്സ്ട്രാ നീളത്തിലിട്ടിരിക്കണം കോപ്പർ വയർ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് നോക്കുക, അനക്കി നോക്കുക, ലൂസാണോ എന്ന് നോക്കുക. ലൂസാകണം, എന്നാലേ അത് വർക്ക് ചെയ്യുമ്പം അത് ചലിക്കത്തുള്ളൂ. അതിനുശേഷം ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഒരേ അളവായിരിക്കണം, 4 കാലും ഒരേ അളവായിരിക്കണം. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് മേലേക്ക് മടക്കി വെക്കുക. എന്നിട്ടത് വെച്ച് നോക്കുക കറക്റ്റാണോ. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ടിട്ട് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് അതിൻ്റെ സൈഡെല്ലാം സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഗ്ലൂ തേച്ച് അതിൻ്റെ മേലെ വെച്ച് ഒട്ടിക്കുക. എന്നിട്ടത് നമ്മുടെ ആ കോപ്പർ ചുറ്റിയ റോളൊന്ന് വെച്ച് നോക്കുക കറക്റ്റാണോ എന്ന്. ലൂസായിട്ട് നിൽക്കുന്നുണ്ടോ നോക്കുക. അത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ലൂസായിട്ട് അത് കഴിഞ്ഞ് അതിൻ്റെ നീളത്തിനനുസരിച്ച് അത് കട്ട് ചെയ്ത് കളയുക റോള്. ഈ കോപ്പർ വയർ ചുറ്റിയിരിക്കുന്ന റോളിന് ഒരുപാട് നീളമാകാൻ പാടില്ല. അതിനുശേഷം ഒരു കാർഡ്ബോർഡ് പീസ് കറക്റ്റ് ഏകദേശം ഇതിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കുക റൗണ്ടിൽ. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒരു റിങ് രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ ഓരോ 4 കല്ലിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് ഒട്ടിച്ച് വെക്കുക മേലെ വെച്ച്. 4 കാലും ഒരേ അളവായിരിക്കണം, എന്നാലേ അത് കറക്റ്റ് നേരെ നിൽക്കത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ സ്പീക്കറിൻ്റെ ബോഡിയുടെ പണി കംപ്ലീറ്റ് ആയിരിക്കുന്നു. അതിനുശേഷം നമ്മളൊരു കോട്ടൺ തുണി എടുക്കുക. അതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് തൂത്ത് പിടിപ്പിക്കുക. കട്ടിയാകാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലൊരു ഹോൾ ഇടുക. റൗണ്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം സെൻട്രൽ ഹോൾ ഇടുക. എന്നിട്ട് നമ്മുടെ ആ കോപ്പർ വയർ ചുറ്റിയ റോൾ അതിനകത്തിൽ ഇറക്കി വെക്കുക. കോപ്പർ വയർ ചുറ്റിയ താഴെ നിന്ന് ഒരു 1/4 ഭാഗം മാത്രം മതി. എന്നിട്ട് അതിൻ്റെ മേലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല, നന്നായിട്ട് ഒട്ടിയിരിക്കണം അത്.
അത് കഴിഞ്ഞ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന പോലെ ആ ഭാഗത്ത് കുറച്ച് റൗണ്ടിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ആ കോപ്പർ ചുറ്റിയ ആ റോള് താത്ത് വെച്ച് ആ കോട്ടൺ തുണി അതിൻ്റെ മേലെ ഒട്ടിച്ച് വെക്കുക. ഇതേ രീതിയിൽ ഒട്ടിച്ച് വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒരു കട്ടിയുള്ള ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് കറക്റ്റ് ആ സ്പീക്കറിൻ്റെ ആ മാക്സിമം അതിൻ്റെ അളവിൽ ഇച്ചിരി കൂടി കൂട്ടി വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ റൗണ്ടിൽ. കാരണം അത് മടക്കുമ്പം ഉറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും കൂട്ടി കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേ രീതിയിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. ഞാൻ കറക്റ്റ് റൗണ്ടൊന്നുമല്ല, ഊഹാപോഹത്തിലുള്ള റൗണ്ടാണ്. എന്നിട്ടത് വെച്ച് നോക്കുക കറക്റ്റ് ആണോ എന്ന്. എക്സ്ട്രാ കുറച്ച് വെളിയിലോട്ട് തെള്ളി നിൽക്കണം കട്ട് ചെയ്തതിൻ്റെ ബാക്കി. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കോൺ രീതിയിൽ അത് സെറ്റ് ചെയ്യുക. എന്നിട്ട് വെച്ച് നോക്കുക കറക്റ്റാണോ എന്ന്. ഗ്ലൂ വെച്ച് ഒട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇടുക. ഹോൾ വലുതാകാൻ പാടില്ല. അത് കഴിഞ്ഞ് ഇതേ രീതിയിലൊരു റോള് പോലെ ചുറ്റി പേപ്പർ ചുറ്റിയിട്ട് ചെറിയ രീതിയിൽ അതിനകത്ത് വെച്ച് ഒട്ടിക്കുക. ഇത് കറക്റ്റ് അതിൽ ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ വെച്ച് സ്പീക്കറിൻ്റെ മേലെ വെക്കുമ്പം. അതിനുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ചുറ്റുപാടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഈ പേപ്പർ ഇറക്കി വെക്കുക അതിനുള്ളിലേക്ക്. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് അത് ഒട്ടി, ഗ്യാപ്പൊന്നുമില്ലാതെ കറക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വീഡിയോ കാണുന്ന രീതിയിൽ ചുറ്റും ഇതുപോലെ മടക്കുക. മേൽഭാഗം ഇതുപോലെ മേലെ ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കുക. ചെറിയ രീതിയിൽ ചുളുങ്ങിയിരിക്കണം മേലെ. ഇതെന്താണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ മടക്കുമ്പം ബാസൊക്കെ വരുന്ന സമയത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല ബാസൊക്കെ കിട്ടും ഇങ്ങനെ മടക്കിയാൽ. റൗണ്ടിൽ ഇതേപോലെ മടക്കുക. എന്നിട്ടത് അതിന് ആവശ്യമുള്ളത് മാത്രം ഇട്ടിട്ട് ബാക്കി ചുറ്റുപാടുള്ളത് കട്ട് ചെയ്ത് കളയുക. ഇതേ രീതിയിൽ കട്ട് ചെയ്യുക. മേൽഭാഗം ഇതുപോലെ ചുളുക്കി വെക്കുന്നത് ഏറ്റവും നല്ലതാണ്, ബാസ് കിട്ടും. എന്നിട്ടത് നമ്മൾ ഗ്ലൂ വെച്ച് നന്നായിട്ട് ഒട്ടിക്കുക ചുറ്റുപാടും. ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ദേ ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു സ്പീക്കറിൻ്റെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു സൂചിയോ പേനയോ എന്തെങ്കിലും എടുത്തിട്ട് ആ പേപ്പറിൻ്റെ രണ്ട് ഭാഗത്തും അകത്തേക്ക് ചെറിയ ഹോൾ ഇടുക. ഹോൾ വലുതാകരുത്. എന്നിട്ട് ആ ഹോളിനുള്ളിലൂടെ നമ്മൾ 2 കോപ്പർ വയറിൻ്റെ 2 അറ്റം ഉണ്ടല്ലോ, 2 അറ്റവും ഇറക്കിയെടുക്കുക. രണ്ടും ഒരു ഹോളിൽ കൂടെ എടുക്കല്ലേ, 2 ഹോളായിരിക്കണം അകത്തേക്കെത്തി. ഇതേ വീഡിയോ കാണുന്ന പോലെ ഇതേ രീതിയിൽ എടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് അതിൻ്റെ മേലെ ഗ്ലൂ ഒക്കെ വെച്ച് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ആ പേപ്പറുമായിട്ട് ആ കോപ്പർ വയറിൻ്റെ ബന്ധം വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ആവശ്യത്തിനുള്ള അളവെടുത്തിട്ട് ബാക്കി കട്ട് ചെയ്യുക കോപ്പർ വയർ. എന്നിട്ടത് ലാമ്പ് വെച്ചിട്ടത് അതിൻ്റെ അറ്റം ചെറുതായിട്ട് കത്തിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു കോട്ടിംഗ് ഉണ്ട്. അത് കളയണം. കളഞ്ഞില്ലെങ്കിൽ അതേ കൂടെ കറണ്ട് പാസ് ചെയ്യത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കത്തിക്കുന്നത്. കത്തിക്കുകയോ വരയ്ക്കുകയോ ചെയ്താൽ മതി. അതിനുശേഷം ഇതേ രീതിയിൽ 2 സ്ക്രൂ വെച്ചിട്ട് അകത്തി വെച്ച് അത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. എന്നിട്ടത് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് സ്പീക്കറിൻ്റെ ബോഡിയിൽ ഒട്ടിച്ച് വെക്കുക. ഇപ്പോൾ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞു. ഇനി ഒരു പണിയോട് ബാക്കിയുണ്ട്. ഒരു ചെറിയൊരു പേപ്പർ എടുത്ത് കട്ട് ചെയ്ത്, അത്യാവശ്യം കട്ടിയുള്ളൊരു പേപ്പർ ആയിരിക്കണം. എന്നിട്ട് ഇതേ രീതി കോൺ പോലെ ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ഇതേ രീതിയിൽ മേലേക്ക് മടക്കുക. അത് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്, അത് കറക്റ്റായിട്ട് അതിൽ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കുന്നത്. അതിനുശേഷം അത് ഗ്ലൂ വെച്ച് അതിൻ്റെ മേലെ ഇതേ രീതിയിൽ ഒട്ടിച്ച് വെക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്പീക്കറിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. കംപ്ലീറ്റ് ആയിരിക്കുന്നു പണി. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം.
വലിയ ഹെവി ബാസൊന്നും ഇല്ലെങ്കിലും ആവശ്യത്തിനുള്ള ബാസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.